JIB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്: മൂലധനവും റവന്യൂവും. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ഭാഗം നമുക്ക് ഒരുമിച്ച് വളരെ ലളിതമായി പഠിച്ചെടുക്കാം. ഈ വിശകലനം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തത കിട്ടും. അത് ഞാൻ ഉറപ്പു തരുന്നു. അപ്പോൾ എന്താണ് ഈ മൂലധനം? എന്താണ് റവന്യൂ? ഒരു ബിസിനസ്സിൽ വരുന്ന പണത്തെയും പോകുന്ന പണത്തെയും, അതായത് വരവുകളെയും ചെലവുകളെയും നമ്മൾ പ്രധാനമായും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ പരീക്ഷയിലെ പല ചോദ്യങ്ങൾക്കും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം. അപ്പോൾ റെഡിയല്ലേ? നമുക്കിതിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ മൂലധന ചെലവും റവന്യൂ ചെലവും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ചെലവ് എന്നുറപ്പിക്കാം. വളരെ സിമ്പിളായി തോന്നാമെങ്കിലും ഒരു ബിസിനസ്സിന്റെ കാഴ്ചപ്പാടിൽ ഓരോ ചെലവിനും പിന്നിൽ ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഒരു ബിസിനസ് വെറുതെ പണം കളയില്ല, അല്ലേ? ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും പിന്നിലും ഒരു ലക്ഷ്യമുണ്ടാകും, ഒരു നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടാകും. ഇതാണ് ആ സുവർണ നിയമം. ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ ഒന്നും ചെലവഴിക്കപ്പെടുന്നില്ല. ഇനി ഈ നേട്ടം എങ്ങനെയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് മൂലധന ചെലവാണോ അതോ റവന്യൂ ചെലവാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ രണ്ട് തരം ചെലവുകൾ. ഒന്ന് റവന്യൂ ചെലവ്, മറ്റൊന്ന് മൂലധന ചെലവ്. നമുക്കിതിനെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. റവന്യൂ ചെലവെന്ന് പറയുന്നത് നമ്മളൊരു കാർ ഓടിക്കാൻ ദിവസവും അടിക്കുന്ന പെട്രോൾ പോലെയാണ്. അത് ബിസിനസ് എന്ന വണ്ടി മുന്നോട്ടോടാൻ അത്യാവശ്യമാണ്. എന്നാൽ മൂലധന ചെലവോ? അത് ആ കാർ വാങ്ങുന്നതിന് തുല്യമാണ്. അതായത് ബിസിനസിന്റെ വളർച്ചയ്ക്കും ഭാവിക്കും വേണ്ടിയുള്ള ഒരു വലിയ ദീർഘകാല നിക്ഷേപം. ശരി, ഇനി നമുക്ക് ഈ രണ്ട് വണികളെക്കുറിച്ചും കുറച്ചുകൂടി വിശദമായി നോക്കാം. ആദ്യം ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക്, അതായത് ആ പെട്രോൾ ചിലവുകളെപ്പറ്റി സംസാരിക്കാം. ഈ റവന്യൂ ചെലവുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ശമ്പളം, വാടക, ഇതൊക്കെ എല്ലാ മാസവും കൊടുക്കേണ്ടതല്ലേ? അതുപോലെ രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പ്രയോജനം നമുക്ക് ഉടനടി കിട്ടും. പക്ഷെ അത് കുറഞ്ഞ കാലത്തേക്ക് മാത്രമായിരിക്കും. ഒരു മാസത്തെ വാടക കൊടുത്താൽ ആ മാസം അവിടെ പ്രവർത്തിക്കാം, അത്രമാത്രം. മൂന്നാമതായി, ഈ ചെലവഴിക്കുന്ന പണം നമുക്ക് ബിസിനസ്സിലെ വിൽപ്പനയിലൂടെ പെട്ടെന്ന് തന്നെ തിരിച്ചുപിടിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ ബിസിനസ് മുന്നോട്ടു പോകാനുള്ള ഇന്ധനമാണ് ഈ റവന്യൂ ചെലവ്. ഇനി കുറച്ചു പ്രായോഗിക ഉദാഹരണങ്ങൾ നോക്കാം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണിത്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത്, ഫാക്ടറിയിലെ നിർമ്മാണ ചെലവുകൾ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, കെട്ടിടത്തിന്റെ വാടക, ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവയൊന്നും ഒരു പുതിയ ആസ്തി ഉണ്ടാക്കുന്നില്ല, മറിച്ച് നിലവിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ടു പോവാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം റവന്യൂ ചെലവുകളാണ്. അപ്പോൾ റവന്യൂ ചെലവുകൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വലിയ കളത്തിലേക്ക് കടക്കാം. മൂലധന ചെലവ്. ഇത് ദൈനംദിന ഓട്ടത്തിനല്ല, മറിച്ച് ബിസിനസിന്റെ ഭാവിക്കു വേണ്ടിയുള്ള നിക്ഷേപമാണ്. ഒരു ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ളത് വികസിപ്പിക്കാനോ ഭാവിയിൽ കൂടുതൽ വരുമാനമുണ്ടാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യാനോ ആണ് നമ്മൾ മൂലധന ചെലവുകൾ നടത്തുന്നത്. അതായത് ഇത് ബിസിനസിന്റെ വളർച്ചയുടെ അടിത്തറയാണ്. ഇവിടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു മെഷീനറി വാങ്ങിയെന്ന് കരുതുക. അതിന്റെ വില മാത്രമല്ല മൂലധന ചെലവ്. ആ മെഷീനറി വാങ്ങിയ വില, അത് കൊണ്ടുവരാനുള്ള നികുതികൾ, അത് ഫാക്ടറിയിൽ സ്ഥാപിക്കാനുള്ള ചെലവ്, ടെസ്റ്റ് ചെയ്യാനുള്ള ചെലവ്, അതിനു വേണ്ടി വന്ന പ്രൊഫഷണൽ ഫീസ്, ഇതെല്ലാം ചേർന്നതാണ് അതിന്റെ മൊത്തം മൂലധന ചെലവ്. അതായത് ആ ആസ്തി ഉപയോഗിക്കാൻ പാകത്തിലാക്കുന്നതുവരെയുള്ള എല്ലാ ചെലവുകളും ഇതിൽപ്പെടും. ഇത് മറക്കരുത്. എപ്പോഴും എന്താണ് മൂലധന ചെലവ് എന്ന് പഠിക്കുന്നതിനൊപ്പം തന്നെ എന്തൊക്കെ മൂലധന ചെലവ് അല്ല എന്ന് പഠിക്കുന്നതും പ്രധാനമാണ്. കാരണം ചോദ്യകർത്താക്കൾക്ക് നിങ്ങളെ കുഴപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ ആ കെണികളിൽ വീഴാതിരിക്കാൻ നമുക്കൊന്ന് തയ്യാറെടുക്കാം. ഇവിടെ കാണുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മെഷീന്റെ സാധാരണ സർവീസിങ്ങും റിപ്പയറും അത് മൂലധന ചെലവല്ല, റവന്യൂ ചെലവാണ്. അതുപോലെ ഒരു ഓഫീസ് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അത് ബിസിനസിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ആ ചെലവും മൂലധന ചെലവല്ല. പുതിയൊരു ബ്രാഞ്ച് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രാഥമിക ചിലവുകളും ഇതിൽ വരില്ല. പിന്നെ കമ്പനി സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ബ്രാൻഡ് മൂല്യം, കസ്റ്റമർ ലിസ്റ്റ് തുടങ്ങിയവയും മൂലധന ആസ്തിയായി കണക്കാക്കില്ല. കാരണം ഇവയൊന്നും നേരിട്ട് ഒരു ആസ്തി സൃഷ്ടിക്കുകയോ നിലവിലുള്ളതിന്റെ മൂല്യം കൂട്ടുകയോ ചെയ്യുന്നില്ല. ഇതുവരെ നമ്മൾ പണം പോകുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചതല്ലേ, ചെലവുകളെക്കുറിച്ച്. ഇനി നമുക്ക് ആ നാണയമൊന്ന് മറിച്ചിടാം. ബിസിനസ്സിലേക്ക് പണം വരുന്നതിനെക്കുറിച്ച്, അതായത് വരവുകളെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെയും നമ്മൾ പഠിച്ച അതേ ലോജിക്ക് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കണ്ടില്ലേ? ചെലവുകളെ നമ്മൾ മൂലധനമെന്നും റവന്യൂ എന്നും തിരിച്ചതുപോലെ ബിസിനസ്സിലേക്ക് വരുന്ന വരവുകളെയും നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു: മൂലധന വരവുകളും റവന്യൂ വരവുകളും. ചെലവിന്റെ കാര്യത്തിൽ പഠിച്ച അതേ അടിസ്ഥാന തത്വങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ഇതും വളരെ എളുപ്പമാണ്. അപ്പോൾ
എന്തൊക്കെയാണ് ഈ മൂലധന വരവുകൾ? പ്രധാനമായും 3 എണ്ണമാണ്. 1. പുതിയ ഷെയറുകൾ ഇറക്കി പണം സമാഹരിക്കുന്നത്. 2. ബിസിനസിന്റെ ഏതെങ്കിലും ഒരു ദീർഘകാല ആസ്തി, ഒരു കെട്ടിടമോ മെഷീനറിയോ വിൽക്കുമ്പോൾ കിട്ടുന്ന പണം. 3. സർക്കാരിൽ നിന്നും മറ്റോ കിട്ടുന്ന ഗ്രാന്റുകളും സബ്സിഡികളും. ഇവയൊന്നും ബിസിനസിന്റെ സാധാരണ പ്രവർത്തനത്തിലൂടെ കിട്ടുന്നതല്ല. അതുകൊണ്ടാണിതിനെ മൂലധന വരവുകൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലിമിറ്റഡ് കമ്പനികൾക്ക് ഇങ്ങനെ സമാഹരിക്കുന്ന മൂലധനം നിയമപരമായ വഴികളിലൂടെ അല്ലാതെ പിൻവലിക്കാൻ സാധിക്കില്ല. ഒരു ആസ്തി വിൽക്കുമ്പോൾ അതിന്റെ അക്കൗണ്ടിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായി ആസ്തിയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. രണ്ടാമതായി പണം കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനമാണ്. ആസ്തിയുടെ ബുക്കിലുള്ള വിലയും വിറ്റപ്പോൾ കിട്ടിയ വിലയും തമ്മിലൊരു വ്യത്യാസമുണ്ടാകുമല്ലോ. ആ ലാഭമോ നഷ്ടമോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അവസാനമായി ആ ആസ്തി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കും. ഈ 4 സ്റ്റെപ്പുകൾ ഓർത്തുവെച്ചാൽ മതി. ഇനി റവന്യൂ വരവുകൾ. ഇത് വളരെ ലളിതമാണ്. ബിസിനസ് അതിന്റെ സാധനങ്ങൾ വിൽക്കുമ്പോഴോ സേവനങ്ങൾ നൽകുമ്പോഴോ കിട്ടുന്ന പണമാണത്. റവന്യൂ ചെലവുകൾ പോലെ തന്നെ ഇതും ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരെ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ബാലൻസ് ഷീറ്റിലേക്ക് ഇതിനെ നമ്മൾ കൊണ്ടുപോകില്ല. ഇതാണ് ബിസിനസിന്റെ യഥാർത്ഥ ലാഭം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെലവുകളെക്കുറിച്ചും വരവുകളെക്കുറിച്ചും വെവ്വേറെ പഠിച്ചു. ഇനി പരീക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കാൻ നമുക്കിതൊന്ന് ക്രോഡീകരിക്കാം. ഈ താരതമ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നൊരു സംശയവുമുണ്ടാകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇവ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എവിടെയാണ് വരുന്നത് എന്നതാണ്. ഓർക്കുക, എല്ലാ റവന്യൂ ഐറ്റംസും, അതായത് റവന്യൂ ചെലവും റവന്യൂ വരവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. ആ വർഷം തന്നെ അതിന്റെ കണക്കുകൾ ക്ലോസ് ചെയ്യും. എന്നാൽ മൂലധന ചെലവുകളോ? അതൊരു ആസ്തിയായി ബിസിനസ് ഉള്ള കാലത്തോളം ബാലൻസ് ഷീറ്റിൽ കാണും. ഇതാണ് അടിസ്ഥാന വ്യത്യാസം. ഈ പട്ടിക നോക്കൂ. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംഗ്രഹം. മൂലധന ഇനങ്ങൾ സാധാരണയായി വലിയ തുകയായിരിക്കും, ആവർത്തിച്ചു വരില്ല. അതിന്റെ പ്രയോജനം ദീർഘകാലത്തേക്കായിരിക്കും. അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. നേരെ മറിച്ച് റവന്യൂ ഇനങ്ങൾ ചെറിയ തുകകളായിരിക്കും, എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രയോജനം ആ വർഷം തന്നെ കിട്ടും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. ഈ ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. ശരി, നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാറായി. പോകുന്നതിനു മുൻപ് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തുവയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രധാന പോയിന്റ്സ് കൂടി നോക്കാം. ഇത് നിങ്ങളുടെ ഫൈനൽ ചെക്ക് ലിസ്റ്റായി കണക്കാക്കാം. ഈ 4 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഒന്നാമത്തേത് സുവർണ്ണ നിയമം. ഓരോ ചെലവിനും ഒരു ലക്ഷ്യമുണ്ട്. രണ്ടാമത്തേത് മാച്ചിംഗ് പ്രിൻസിപ്പിൾ. ആ വർഷത്തെ വരുമാനമുണ്ടാക്കാൻ വേണ്ടിവന്ന ചെലവുകൾ ആ വർഷം തന്നെ കണക്കിലെടുക്കണം. മൂന്നാമത്തേത് മൂലധന ഇനങ്ങൾ ബാലൻസ് ഷീറ്റിലേക്കും റവന്യൂ ഇനങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും പോകുന്നു എന്നുള്ളത്. അവസാനമായി സമയഘടകം. മൂലധനത്തിന്റെ പ്രയോജനം ദീർഘകാലത്തേക്കും റവന്യൂവിൻ്റേത് ഹ്രസ്വകാലത്തേക്കുമാണ്. ഈ 4 കാര്യങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു മാർക്കും നഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങളുടെ JAIB പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. തിയറി പഠിക്കുന്നതിനൊപ്പം തന്നെ ധാരാളം കണക്കുകളും കേസ് സ്റ്റഡികളും ചെയ്ത് പരിശീലിക്കുക. അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി. ഇനി ഒരു കാര്യം കൂടി. നമ്മളെപ്പോൾ തിയറി പഠിച്ചു കഴിഞ്ഞു. അടുത്ത തവണ നിങ്ങളുടെ ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അതിലെ മൂലധന ഇനങ്ങളും റവന്യൂ ഇനങ്ങളും തിരിച്ചറിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ അറിവ് പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലും ഒരുപാട് ഉപകാരപ്പെടും. എല്ലാവർക്കും വിജയാശംസകൾ.